Hello viewers, welcome back to an aging developer channel. കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതായത് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു CMS അഥവാ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ഇന്ന് നമുക്ക് വേർഡ്പ്രസ് എന്ന് പറയുന്ന കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് സ്പിന്നപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് കോൺഫിഗറേഷനായിട്ട് സമയം ചിലവഴിക്കാതിരിക്കാനായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഡോക്കർ എന്ന് പറയുന്നൊരു ടൂളാണ്. ഡോക്കർ എന്ന് പറയുന്നൊരു കണ്ടെയ്നറൈസേഷൻ മെക്കാനിസമാണ്. സോ ഇപ്പോൾ പൊതുവെ നമുക്ക് കിട്ടുന്ന എല്ലാ ക്ലൗഡ് സർവീസുകളും ഡിജിറ്റൽ ഓഷൻ അല്ലെങ്കിൽ ലിനോഡ്, അഷ്വർ, AWS ഏതിലാണെങ്കിലും നമുക്ക് കണ്ടെയ്നേഴ്സ് റൺ ചെയ്യാൻ കഴിയും ഇപ്പോൾ. സോ ഡോക്കർ ഉപയോഗിച്ചിട്ട് ഞാൻ MySQL ആണ് എൻ്റെ ബാക്കെൻഡ് ഡേറ്റാബേസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ആഡ്മൈനർ എന്ന് പറയുന്ന ഒരു DB മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അത് വെബ് ബേസ്ഡ് ഒരു ടൂളാണത്. ഡേറ്റാബേസിനെ മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ടൂൾ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അതിനെയും പരിചയപ്പെടുത്താം. അതിനുശേഷം വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് നമ്മൾ ബേസിക് കോൺഫിഗറേഷൻസ് ചെയ്യുന്നതെന്നും അതിൻ്റെ തീംസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, പ്ലഗിൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. അതിനുശേഷം ജനറലായിട്ടുള്ള കുറച്ച് സെറ്റിങ്സൊക്കെ ഉണ്ട്. അതായത് എങ്ങനെ ഒരു URL പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ജനറൽ സെറ്റിങ്സ് പേജിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാം. പിന്നീട് പോസ്റ്റുകൾ അല്ലെങ്കിൽ പേജസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ മെനു സിസ്റ്റം എങ്ങനെ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കഴിയുന്നതും ഷോർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ നോക്കാം എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി തുടങ്ങണം എന്നുള്ളതെങ്കിലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്.